ഹലോ ഗൈസ്, ഒരു വ്ളോഗ് വീഡിയോ അല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. അവർ മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. ഷാനോണേ, കാനഡയിൽ വന്നിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 year ആവുന്നു. ഓക്കെ, കോഴ്സ് തീരാറായി അല്ലേ? ഓൾമോസ്റ്റ് തീരാറായി, 4 മാസം കൂടെ. കാനഡയിലേക്ക് വരണം എന്നെടുത്ത് നീ ഡിസിഷൻ ഇപ്പോൾ നിനക്ക് തെറ്റായിട്ടാണോ ശരിയായിട്ടാണോ തോന്നണേ? അതിൽ ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ അത് ശരിയാണ്, പിന്നെ അതിൽ നെഗറ്റിവിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്കിപ്പോൾ വർക്ക് പെട്ടെന്ന് തന്നെ കിട്ടി, അതുപോലെ തന്നെ ഫൈനാൻഷ്യലി ഫീസ് അടയ്ക്കാനുള്ളതും എല്ലാം സ്റ്റേബിൾ ആകാൻ പറ്റി കുറച്ച്. ബട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി മിസ് ചെയ്യുന്നു, പിന്നെ ഫ്യൂച്ചറിലേക്ക് എന്താണെന്ന് ഇപ്പോൾ അറിയത്തില്ല. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വെച്ച് ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ആണെങ്കിലും എല്ലാം മാറിക്കൊണ്ടിരിക്കും. നമുക്ക് എന്താണെന്ന് അറിയത്തില്ല ഇനി എന്നാ മുന്നോട്ട് വരാൻ പോകുന്നതെന്ന്. സോ ഓക്കെ, താങ്ക് യു. ആദിത്യ, നീ കാനഡയിലേക്ക് വരണം എന്നെടുത്ത ഡിസിഷൻ നിനക്ക് ശരിയായിട്ടാണോ തെറ്റായിട്ടാണോ തോന്നണേ? ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തെറ്റായിട്ട് തോന്നുന്നത്. കാരണം നാട്ടിലൊരു നല്ല ജോലിയും ഒരു 50-60 രൂപ സാലറി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ജോലി ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വലിയ അവിടെ നിൽക്കുന്നതാണ് നല്ലത്. ഇവിടെ വന്നിട്ട് വലിയ നമുക്ക് അധികം ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടാനൊന്നും പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് നാട്ടിൽ നിൽക്കുന്നതായിരിക്കും നല്ല ജോലി ഉണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം നമുക്കിവിടെ വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. നമുക്കിപ്പോൾ ഒരു കാറൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ സുഖമായിട്ട് നടന്നു പോകും. ഓക്കെ, അങ്ങനെ. യെസ്, അപ്പോൾ ആദ്യത്തിന് എടുത്ത വണ്ടിയാണിത് അല്ലേ? അടുത്ത വണ്ടി. ഓക്കെ, താങ്ക് യു. ഹേ പ്രജിത്തുട്ടൻ, നീ കാനഡയിലേക്ക് വരണം എന്നെടുത്ത ഡിസിഷൻ ശരിയാണോ തെറ്റാണോ? എന്ത് തോന്നുന്നു ഇപ്പോ? കാരണം എങ്ങനെയുണ്ട്? ഇവിടെ നാട്ടിലെ ഏർണിങ്സിനെക്കാട്ടിൽ ഇവിടെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സോ ബെറ്റർ ആണെന്ന്, ഇവിടെ ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഡിസിഷൻ കുഴപ്പമില്ല. ഇടയ്ക്ക് നിയമങ്ങളൊക്കെ മാറണോണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ടെൻഷനും കാര്യങ്ങളുണ്ട്. പിന്നെ ഇടയ്ക്ക് തോന്നും നല്ലതായിരുന്നു, പിന്നെ ഇടയ്ക്ക് തോന്നും അങ്ങനെ വേറെ എവിടേക്കെങ്കിലും പോകായിരുന്നു അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ ഇതുവരെ അങ്ങനെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ്ലി ആയിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എന്താ പറയണേ, പിന്നെ ക്ലൈമറ്റ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ സിക്കാകുമ്പോൾ അങ്ങനെ ആ ടൈമിലൊക്കെ ഇങ്ങനെ ക്ലൈമറ്റ് ഒരു ഭയങ്കര വിഷയമായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് തോന്നുന്നത്. പിന്നെ അതൊക്കെ തന്നെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അവർ പറഞ്ഞു കേട്ടില്ലേ? അപ്പോൾ ഞാനെടുത്ത ഡിസിഷൻ എനിക്ക് തെറ്റായിട്ട് തോന്നണില്ല. കാരണം നാട്ടിൽ നിൽക്കുമ്പോൾ ഇച്ചിരി കൂടി സമയം എടുക്കും നമ്മളൊന്ന് സ്റ്റേബിൾ ആവാനായിട്ട്. ഇവിടെ ഇച്ചിരി കൂടി ഒരു 1 സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ടായിരിക്കും എപ്പോഴും കാര്യങ്ങൾ. പക്ഷേ അതുപോലെ തന്നെ നെഗറ്റീവ്സ് ഉണ്ട്. കാരണം ഇപ്പോൾ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് മാറി. അപ്പോൾ കാനഡയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുമെന്ന് ആർക്കും അറിയത്തില്ല. പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ചിലപ്പോൾ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരും. അതപ്പോൾ ഇവിടുത്തെ ഉള്ള എല്ലാ പ്രവാസികളെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെയും കാര്യങ്ങളൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെ മുന്നോട്ട് വെച്ച് കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു എൻ്റെ വീഡിയോ. ദാറ്റ്സ് ഇറ്റ്, ബൈ.